ആക്ച്വലി എനിക്ക് ഒട്ടും ടൈമില്ലാത്തതുകൊണ്ടും പിന്നെ പറഞ്ഞ ഒരുപാട് ബോറടിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആ മരം വെട്ടുന്ന ഗ്യാപ്പിൽ ഓരോന്നും നമുക്ക് അങ്ങ് പറഞ്ഞു തുടങ്ങാം. ഓക്കെ, സോ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാനെടാ പറഞ്ഞത് നിന്നെ മൈൻക്രാഫ്റ്റ് പറ്റിക്കുന്നതെന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് വേറെ ഗെയിം കളിക്കുന്നൊക്കെ പറഞ്ഞെന്ന്. പക്ഷേ ഗൈസ് നിങ്ങൾ ആരും ഒരു ഗെയിം സജസ്റ്റ് ചെയ്തില്ല, എനിക്കൊരു ഗെയിം കളിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ആകപ്പാടിനുമേരെ നിൽക്കുന്ന സമയമാണ് ഗൈസ്, മനസ്സിലായ? സോ അതുകൊണ്ടാണ് ലാസ്റ്റ് മൈൻക്രാഫ്റ്റ് തന്നെ എനിക്ക് ചൂസ് ചെയ്യാൻ തോന്നിയത്. പക്ഷേ നമ്മൾ ചുമ്മാ മൈൻക്രാഫ്റ്റ് ആയിട്ട് വന്നിട്ടില്ല. നമ്മുടെ ഈ ഒരു സീരീസ് ഉടനീളം കൊണ്ടുപോകാൻ പോകുന്നൊരു സംഭവമാണ് ഗൈസ്, ആക്ഷൻ ആൻഡ് സ്റ്റഫ്. ഈ ഒരു മോഡ് പാക്ക് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഈ സീരീസ് മൊത്തത്തിൽ കൊണ്ടുപോകുന്നത്. സോ നമുക്ക് നമ്മുടെ മരങ്ങളൊക്കെ അങ്ങ് വെട്ടി നമ്മൾ ഈ സീരീസിൻ്റെ ഫസ്റ്റത്തെ നമുക്ക് കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ആദ്യം നമുക്ക് ബിൽഡ് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ഈ മരം ഒന്ന് മൊത്തം ഒന്ന് വെട്ടട്ടെ. സോ ഗൈസ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മരമൊക്കെ മൊത്തത്തിൽ ഞങ്ങൾ വെട്ടി നമുക്ക് 11 മരം. ഓ, ഇവിടെ ഒരു കേവ് അല്ലേ ഇത്? എൻ്റെ പൊന്നു ഗൈസ് ആയ. ഓ കൊള്ളാം. നമുക്ക് ആദ്യം തന്നെ കുറച്ച് ടൂൾസ് ഉണ്ടാക്കണം ഗൈസ്. അയ്യോ നമുക്ക് ആ സ്റ്റോൺ പിക്കാക്സ് വേണം അയൺ എടുക്കാനായിട്ട്. നമ്മുടെ വീടുണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ലാൻഡ് ഉണ്ടാക്കാനുണ്ട്. സോ അതിന് കുറച്ച് അയൺ വേണം. നമുക്ക് ആദ്യം നമ്മുടെ ഓക്കൊക്കെ നമുക്ക് മൊത്തത്തിലൊന്ന് പ്ലാങ്ക്സ് ആക്കണം. ഇന്ന് തന്നെ നമ്മളൊരു പെട്ടിക്കോളൊന്നും അല്ല ഗൈസ്, ഇന്ന് നമ്മളൊരു കിണ്ണം വീട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്റ്റിക്ക് ഉണ്ടാക്കാം. സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് എട്ടെണ്ണം നമ്മൾ സാധാരണ ഉണ്ടാകുന്ന 8 ഉണ്ടാകുന്നുള്ളൂ. പിന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ സ്റ്റിക്ക് വേണമല്ലോ നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. പിക്കാക്സ് എടുത്തിട്ട് നമുക്കത് അവിടെ നിന്ന് പോയിട്ട് കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യണം. അത് മൈൻ ചെയ്തെടുത്താലേ സ്റ്റോൺ പിക്കാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഈ വീടുണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് സ്റ്റോണാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കുറച്ച് വുഡും. ഓ ഇവിടെ നായൻ എടാ ഇത് കുറേ ഉണ്ടല്ലോ. എൻ്റെ മുന്നിൽ 2 4 അല്ല സോറി 3 4 5 പീസ് ആയതുണ്ട് ഗൈസ്. ഓക്കെ, 5 പീസ് ആയതുണ്ട് ഇവിടെ. എന്തായാലും നമ്മൾ മൊത്തം എടുക്കുന്നില്ല, കാരണം പിന്നത്തേക്ക് ആവശ്യം വരും. നമുക്ക് എന്തായാലും ഒരു 3-4 എടുത്തുകൊണ്ട് പോവാം. മനസ്സിലായോ? സോ ഇതിൽ ആവശ്യത്തിനുള്ള സ്റ്റോൺ ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ പോയി തപ്പി പിടിച്ചെടുത്തിട്ട് നമ്മുടെ മറ്റേ ഇതുണ്ടാക്കാം. അയ്യോ ക്രാഫ്റ്റിംഗ് ടേബിൾ എവിടെ? പെട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ മറന്നു. ഇതാണ് ഗൈസ് എൻ്റെ വിഷയം. എന്തെങ്കിലും ഒന്ന് ഇതാക്കിയാൽ അപ്പം മറക്കും. അതാണ് ഞാൻ ഇത് പിന്നെ റാൻഡം സീഡാട്ടോ. ഓക്കെ, അത് മനസ്സിലാക്കുക. പിന്നെ ഗൈസ് ഞാൻ ഈ വീട് ഉണ്ടാക്കി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു വീടായിട്ട് സാമ്യം ഉണ്ടെങ്കിൽ സത്യമായിട്ട് ഞാൻ അതൊക്കെ ഉണ്ടാക്കിയതല്ല. ഓക്കെ, അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ എൻ്റെ അവിടെ ഒരു കേവ് ഉണ്ട് കേട്ടാ. ഓക്കെ, അവിടെ എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ എവിടെ? മിക്കവാറും ബഗ് അടിച്ച് കാണും, കാരണം എൻ്റെ ഈ ഫോണിൽ ആക്ഷൻ സ്റ്റഫ് സപ്പോർട്ട് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും കുറച്ച് ലാഗ് ഡേസി. പിന്നെ ഇതിനകത്ത് ഞാൻ എക്സ്പെരിമെൻ്റ് ഉണങ്ങിയിട്ടിരിക്കുന്നത് ഒള്ളി നമ്മുടെ ഹാപ്പി കാസ്റ്റ് മാത്രമാണ്. അതേ മറ്റേ ചെടി വെച്ച പന്നിരേസ പോയത്, കാരണം വൈബറിൻ്റെ വിഷയമിട്ട് അപ്പോൾ എൻ്റെ ഒടുക്കത്ത്. അയ്യോ സോബി ഓട് അല്ലെങ്കിൽ വേണ്ട അടിക്കുക. ഇപ്പം പരിപ്പ് പന്നിയാവും, കാരണം ഓൾറെഡി കുറേ തീ വെച്ച് കിട്ടിയിരിക്കുക. മറ്റേ കത്തി കിടക്കുക. ഓഫ് ആളിയാ. പിന്നെ ഗൈസ് എപ്പോഴത്തെ പോലെ തന്നെ എനിക്ക് പിന്നെയും ജലദോഷം അടിച്ച്. എപ്പോൾ റെക്കോർഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പം ജലദോഷം അടിക്കും ഗൈസ്. സോ സൗണ്ട് ഇപ്പം ഇച്ചിരി ഇതുള്ളതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇവന്മാരെ ചത്ത് കാണുമല്ലോ. ഇല്ലില്ല പുറകെ ഉണ്ട് ഗൈസ്. ഓടും. കൺട്രോൾ അല്ലല്ലോ, നേരെ ഓടത്തുണ്ട്. ഓക്കെ, ഇവന്മാരൊക്കെ ചത്ത് പോയെന്ന് തോന്നി. ഇനിയിപ്പോൾ എൻ്റെ ക്രാഫ്റ്റിൻ്റെ ഇവിടെ തപ്പി പോകണ്ടേ. ഇനിയിപ്പോൾ നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കിയേക്കാം ഗൈസ്. ഏതാക്കി ഒരുപാട് സമയം കളയണ്ട. സോ നമ്മൾ പുതിയൊരു ക്രാഫ്റ്റിൻ്റെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അത് വെച്ച് നമ്മുടെ കുറച്ച് സ്റ്റിക്കല്ല, നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കണം. ആദ്യം നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കണം, പിന്നെ ഒരു ആക്സ്, പിന്നെ ഒരു സോഡ്. തൽക്കാലം നമുക്ക് ഇത്രയും മതി. പിന്നെ നമുക്ക് കുറച്ചുകൂടി ഇതായിട്ട് നമുക്ക് ശവലൊക്കെ ഉണ്ടാക്കാം. തൽക്കാലത്തേക്ക് ഇപ്പം ശവല ആവശ്യമില്ല. മിക്കവാറും ആ വീടുണ്ടാക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ ശവല ആവശ്യം വരും. ഓക്കെ, ഇനി ആ കേവ് എവിടെയാണ് തപ്പണം. അയ്യോ കേവും പറഞ്ഞു. അയ്യോ അവിടെ രണ്ട് സോബി. അയ്യോ കണ്ട് ഇല്ല കണ്ട് ഓടിക്കോ. അവിടെ ഒരു ആർമർ ഉണ്ടായിരുന്നല്ലേ. ആർമർ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി സേഫ് ആയിരുന്നു. പിന്നെ ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഫാൻ്റെ സൗണ്ട് കേൾക്കും, കാരണം ഫാനിലേക്ക് എനിക്ക് ചോദിക്കും കേസ് നോയിസ് ക്യാൻസലേഷൻ മൈക്ക് വെച്ച് പോലും അല്ല കേസ് ചെയ്യുന്നത്. അതിന് മുന്നേ അയ്യോ നമ്മുടെ ഹങ്കർ തീരാറായി. അതിന് മുന്നേ നമുക്ക് കുറച്ച് ഫുഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതേ വരുന്ന ആർമറുള്ള. എനിക്ക് ആർമർ വേണം. ആർമറാടാ, ഗോൾഡ് ആർമറാടാ, താടാ. ഓക്കെ ശരി, എന്നാ ഓട്ടോ ഫ്ലാഷ് മാത്രം തന്നു കേസ് നമുക്ക്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക്
വീടുണ്ടാക്കുന്ന സ്ഥലം കണ്ടുപിടിക്കണം. അതിന് പിന്നെ കുറച്ച് റീസോഴ്സ് നമുക്ക് ഗ്യാദർ ചെയ്യണം. അതിന് മുന്നേ ഒരു കേവ് ഇതാക്കേവല്ലേ കിട്ടി കേസ് കേവ് കിട്ടി എൻ്റെ പിന്നെ. ഇനി നമുക്ക് നമ്മുടെ കുറച്ചായിട്ട് ഈ 2 പീസ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ഒരു 3 പീസ് ആയിട്ടൊക്കെ മതിയായിരിക്കും. നഗറ്റ്സ് എത്ര 3 9 18 സംതിങ് എത്ര കിട്ടുമല്ലോ. സോ ബാക്കി നമുക്ക് കുറച്ച് ഒരുപാട് സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. കാരണം സംഭവം ഇത് ചെറിയ വീടൊക്കെ തന്നെ. ഇത് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു ഇത് തന്നെയായിരിക്കും ഈ സീരീസിൻ്റെ ഏറ്റവും വലിയ വീടെന്ന് തന്നെ പറയാം. ഓക്കെ, പിന്നെ ആ വീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വീടുണ്ടാക്കുമ്പോൾ ചെറിയ സാമ്യത വല്ലതും കാണാം. കാരണം ആ ഒരു സീരീസ് ഇറങ്ങുന്നതിന് മുന്നേ ഈ വീട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞതാണ്. അതായത് ഞാൻ ട്യൂട്ടോറിയൽ ഒന്നും ഇപ്പം അത് ആ വീട് അവരുടെ സീരീസ് ഇറങ്ങിയിട്ട് കുറച്ച് നാളായി കാണും. അപ്പം നിങ്ങൾ വിശ്വസിക്കത്തില്ല, എനിക്കറിയാം. കാരണം ഞാൻ തന്നെ എപ്പോഴും ട്യൂട്ടോറിയലൊക്കെ ഉണ്ടാക്കുന്നത്. ഒന്നും പറഞ്ഞ് ആ ബ്രോയുടെ വീടെന്ന് പറയുന്നത് ഭയങ്കര പെർഫെക്റ്റാണ്. പക്ഷെ എൻ്റെ വീട് അത്രയ്ക്ക് പെർഫെക്റ്റും അല്ല, മനസ്സിലായോ? അളവൊക്കെ തെറ്റുണ്ട്, പിന്നെ ഡിസൈൻ കുഴപ്പമുണ്ട്, അവിടെ ഇവിടെയൊക്കെ ചേട്ടൻ അങ്ങനെയൊക്കെ ഇരിപ്പുണ്ട് കേസ്. അത് ഇപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നത്. ഓക്കെ, സോ നമുക്കതിൻ്റെ ഈ മൊത്തം സ്റ്റോണും അങ്ങ് മൈൻഡ് എടുക്കണം. പിന്നെ ഗൈസ് ഈ ടൈം ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യും. കാരണം ഇതെൻ്റെ പുതിയ വേർഷൻ ഓഫ് മൈൻക്രാഫ്റ്റ് ആണ്. കാരണം ഞാൻ പഴയ വേർഷൻ എന്തൊക്കെയോ ബഗ് ഉണ്ടെന്ന് വിചാരിച്ച് എടുത്ത് കളഞ്ഞ് അതിനൊരു കുഴപ്പമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതിപ്പോൾ പിന്നെ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ വേറൊരു വേർഷൻ കയറ്റി, അതേ വേർഷൻ തന്നെ വേറെ ഇത് കയറ്റിയിട്ടുണ്ട്. സോ അതാണ് നിങ്ങൾക്ക് പ്രീവ്യൂ ഒന്നും കാണാനില്ല. അതേ ഒരു ടെക്സ്ചർ പാക്ക് ഇട്ടുകൊണ്ടാണ്, അല്ലാതെ മാറ്റാൻ പറ്റുന്ന ഓപ്ഷൻ ഒന്നും എനിക്ക് അറിയത്തില്ല. ടെക്സ്ചർ പാക്ക് എല്ലാം സ്പോൺസർഡ് ബൈ DL ആണ്. ഓക്കെ, DL ആണ് നമുക്ക് ടെക്സ്ചർ പാക്ക്. ഈ ഒരു പീസ് കൂടി എടുത്തേക്കാം ഗൈസ്. എന്താണിത്? ഓക്കെ, ഇതെന്തത് പൊട്ടാത്ത? ഓക്കെ, ഇത് പൊട്ടിയിട്ടുണ്ട്. ഓക്കെ ഞാൻ നെക്കി പിടിച്ചില്ല, അതാണ്. ഓക്കെ സോറി. പിന്നെ ഗൈസ് ഇത് നല്ല രസമുണ്ടല്ലേ. എനിക്ക് ഈ മൈൻഡ് ചെയ്യുന്നൊക്കെ ആനിമേഷനും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ആനിമേഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആക്ഷൻ സ്റ്റഫ് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ വേണമെങ്കിൽ ഇട്ട് തരാം. ഓക്കെ, ഇത് DL നിന്ന് കിട്ടത്തില്ല ആക്ഷൻ ആൻഡ് സ്റ്റഫ്. ഓക്കെ, DL ഞാൻ അതൊക്കെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഈ സ്റ്റോൺ മൊത്തം ഇപ്പോൾ 64.5 നമുക്ക് കുറച്ചും കൂടി ഒന്ന് മൈൻഡ് ചെയ്തിട്ടെ നിങ്ങളെ കാണിക്കും. ആവശ്യത്തിനുള്ള സ്റ്റോണായെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഇനി നമുക്ക് കുറച്ചുകൂടി മരം കളക്ട് ചെയ്യാം. മരമൊക്കെ തീരാറായിട്ടുണ്ട്. സോ നമുക്ക് ഈ കുറച്ചുകൂടി വുഡ് നമുക്ക് ഓക്ക് നമുക്ക് കുറച്ചുകൂടി കളക്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇതിൽ ഓക്ക് മാത്രമേ ഉള്ളൂ. അല്ല, ബ്രിച്ച് ഉണ്ട്. ഓക്കും ബ്രിച്ചും ഉണ്ട്. നമുക്ക് സ്പ്രൂസ് ലോഗ് കണ്ടുപിടിക്കണം. ഓക്കെ, സ്പ്രൂസ് ലോഗ് നമുക്ക് എന്തായാലും വേണം. സോ ഇത് ഞാൻ സ്പ്രൂസ് ലോഗ് വെച്ച് ഞാൻ മാക്സിമം ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ബിൽഡ് ചെയ്യുക കേസ്. വലുതാവാൻ, ചെറുതാവാൻ, മീഡിയം സൈസ് ആവാൻ, എന്ത് വേണ്ടിയിട്ടാവാം. ഓക്കെ, മനസ്സിലായോ? സോ ഈ വീടെന്ന് പറയുന്നത് ഒരു മീഡിയം സൈസ് എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ കാണാം. അതിന് മുന്നേ നമ്മൾ ബെഡ് ഉണ്ടാക്കാനുള്ള സംഭവം കണ്ടുപിടിച്ചില്ല. ഞാൻ ഇപ്പോഴും അടുത്ത് വില്ലേജ് ഉണ്ടെന്ന് വൈബ്. രാത്രിയാ പറയും. ഓക്കെ, നമുക്ക് ലാൻഡിൽ ഉണ്ടാക്കാൻ ഗൈസ് 9 നഗറ്റ്സ് വേണം. ആക്ച്വലി ഞാൻ ആ കേവ് എവിടെയാന്ന് ഇപ്പോൾ മറന്നുപോയി. അതുകൊണ്ട് എനിക്ക് പിന്നെ ഞാൻ എടുക്കാൻ വയ്യ. 9 നഗറ്റ്സ്, 9 10 നഗറ്റ്സ്, അല്ല 9 നഗറ്റ്സോ 8 നഗറ്റ്സോ എന്തോ വേണം ഗൈസ് ലാൻഡിൽ ഉണ്ടാക്കാൻ. ഓക്കെ, ഇതുവരെ നമുക്ക് കുറച്ച് കോളും കിട്ടിയിട്ടില്ല. അതിന് മുന്നേ നമുക്ക് കുറച്ച് ഇതും വേണം. അതിൻ്റെ റെസിപ്പി നോക്കാനാണ് ഞാൻ ലാൻഡിൽ അടിച്ചു കൊടുത്തത്. എനിക്ക് ഒരു മിനിറ്റ് ഇവന്മാരെയൊക്കെ ഒന്ന് കൊല്ലട്ടെ. എൻ്റെ ഹങ്കർ കുറയുന്നു, ഹെൽത്തും ഇല്ല ബല. ഓക്കെ, ഇവരൊന്ന് കൊല്ലട്ടെ. നീ കൂടി. ഓക്കെ, ഇവന്മാർക്കൊരു കൊമ്പ് വെച്ചിട്ടുണ്ടല്ലോ ഇതിനകത്ത്. ഓക്കെ, ഓൾറെഡി ഒരു കൊമ്പുള്ളത് മറ്റേ ജംഗിളിലെയും സവാനയിലെയും ആയിരുന്നു. ഇപ്പോൾ ഇവന്മാർക്കും കൊമ്പ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു ഗെയിം ഉണ്ട്. ഇതേ പശു ഇല്ലല്ലോ, എന്തൊരു ഷീപ്പ്. സോ അതെ അവന്മാർ ഒരു പൂളെ വന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്നത്. അയ്യോ, ഇവനൊരു പൂള എന്നുള്ളൂ. ബ്ലാക്ക് ഉണ്ട്. നേരത്തെ ഒരു വൈറ്റ് പൂ എടുത്തായിരുന്നല്ലോ. ഓക്കെ, നമുക്ക് ഇതൊന്ന് മാറ്റി ഡൈ ആക്കിയിട്ട് ആ ബ്ലാക്ക് അവിടെ ക്രാഫ്റ്റ് നമ്മൾ ഉണ്ട്. ആ ബ്ലാക്ക് കൂടെ വെച്ചിട്ട് എനിക്ക് നോക്കട്ടെ. വൈറ്റ് അല്ല വൂൾ. ഓക്കെ, വൂൾ. ഒയ്യോ, ഇത് ലൈറ്റ് ഗ്രേഡ് ആയിയാടാ. അശ്ശേ. ഓ ഗൈസ്, നമ്മൾ ബോൺവീൽ വെച്ചല്ലേ വൈറ്റ്. അയ്യോ, തുടങ്ങി. പെട്ട് ക്രാഫ്റ്റിനെ എപ്പോഴും എടുക്കാൻ സമയമില്ല. പെട്ടെന്ന് പോട്ടെ, അവന്മാർ വരുന്നുണ്ട് പുറകെ. ഇവിടെ എവിടെ നോക്കിയാലും സോംബിയും ക്രീപ്പർ സ്കെൽറ്റ് നടന്നിരിക്കുന്നത്. അയ്യോ, സ്കെൽറ്റ് ഓടി ഗൈസ്. ബെഡ്. അയ്യോ, എൻ്റെ പോലെ 4 ഹാർട്ട്. ഓട്. എൻ്റെ ഫുഡും ഇല്ല. ബാക്കിൽ വരുന്നുണ്ടല്ലോ ഇവന്മാരി. എനിക്ക് ക്യാമറ ഉണ്ട്. ഫ്രണ്ടിൽ ക്രീപ്പർ ഒന്നും അറിയത്തില്ല. ഫസ്റ്റത്തെ മരണം ഇൻ മൈൻക്രാഫ്റ്റ്. ഓക്കെ, സോ കുഴപ്പമില്ല. മൈൻക്രാഫ്റ്റ് ആണോ മരിക്കണം. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. ഒരു മിനിറ്റ് ഗൈസ്, ഇതെങ്ങനെ ഈ ക്രാഫ്റ്റിൻ്റെ എപ്പോഴാണ് തോന്നുന്നു? എന്തോ കുഴപ്പമുണ്ട്. ഇനി ഈ വെർഷന് ബഗ് അടിച്ച
കുഴപ്പമില്ല വിട്ടേ ഒരു ക്രാഫ്റ്റ് ടേബിൾ അല്ലേ. അയ്യോ അത് വേണ്ട, നമുക്ക് വേറെ ഒന്നും ഉണ്ടാക്കാം ഗൈസ്. ആരെയൊക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് വേണ്ട. ചിലപ്പോൾ അതിനകത്ത് വല്ല ബോംബാണെങ്കിലേ എന്ത് പറയുന്നു. നമുക്ക് നേരെ ഓടിപ്പോയിട്ട് നമ്മൾ ചത്ത സ്ഥലത്ത് പോയി സാധനങ്ങൾ കിടക്കണം. എവിടെയായിരുന്നു ചത്തത് എൻ്റെ പൊന്നിൽ എനിക്ക് അറിയത്തില്ല. ഞാൻ കോർഡിനേറ്റ്സ് വരെ നോക്കത്തില്ല ഗൈസ് കളിക്കുമ്പോൾ. സത്യമായിട്ട് ഞാൻ വീടിൻ്റെ കോർഡിനേറ്റ്സ് മാത്രമേ നോക്കി വെക്കാറുള്ളൂ. വീടുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലാതെ വേറെ കോർഡിനേറ്റ്സ് ഒന്നും ഞാൻ നോക്കി വെക്കത്തില്ല. എവിടെ പോയി എവിടെ നിന്ന് സ്ക്രീൻഷോ അങ്ങനെ ഒന്നും എടുത്തേക്കത്തില്ല ഗൈസ്. അതാണ് എൻ്റെ വിഷയം. സോ നമുക്ക് സ്ഥലം എവിടെയായിരുന്നു? ഓക്കെ, ഇവിടെ കുറേ XP ഒക്കെ കിടപ്പുണ്ട്. എൻ്റെ മോനെ ആ സാധനം പോയത് കേട്ടാ. എൻ്റെ മോനെ അവൻ്റെ 50 പൈസ പോയത്. ജസ്റ്റ് മിസ് എടുത്ത ക്രീപ്പർ പുറകെ വരുന്നുണ്ട്. പൊട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഓടട്ടെ. ഈ ഓടുന്ന ആനിമേഷനെ കണ്ടു, നല്ല രസമുണ്ടല്ലേ. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു കേവൊക്കെ കാണുന്നുണ്ട്. ഇവിടെ എവിടെയാണ് ഞാൻ ചത്തത്? എവിടെയായിരുന്നു അടുത്ത ക്രീപ്പർ? എൻ്റെ പൊന്നി ഇവന്മാരെ കൊണ്ട് സ്ഥലമില്ലല്ലോടാ. എവിടെ നോക്കിയൊരു ഇവന്മാരാണല്ലോ. ഇവിടെ ഒന്നും ഇല്ലല്ലോടെ. ഞാൻ ഇവിടെയല്ലേ ചത്തത്. സാധനങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ ഈ വീഡിയോ നടക്കത്തില്ല. കണ്ട് എൻ്റെ പൊന്നി ആദ്യമായിട്ട് ഞാൻ ചത്തട്ടല്ല സാധനങ്ങൾ തിരിച്ചു കിട്ടുന്നത്. ഐ മീൻ മറ്റേ ഇത് എന്താ പറയാ, എന്തിരുന്ന സാധനത്തിന്റെ പേര്? ഈ ഒരു സ്റ്റാർട്ടിങ് ഇതില് സാധാരണ ചത്തിന്റെ സാധനങ്ങളൊന്നും കിട്ടത്തില്ല. ഓക്കെ, എന്റെ സാധനങ്ങൾ എന്തെങ്കിലും പോയിട്ടുണ്ടോ? എനിക്ക് ആ സോംബിയിൽ അടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് എന്തൊക്കെ പോയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നത്. മീശ വെച്ച സോംബി പോടാ. ഓക്കെ, ബാക്കിയുള്ള സാധനം വൂളല്ല എന്തൊരു ഈ സാധനത്തിന് പേര് എന്തൊക്കെയുണ്ട് ഗൈസ്. സോ ഇനി അവന്മാർ വരുന്നതിന് മുമ്പേ നമുക്ക് സോംബി സോംബി വില്ലേജർ ഗൈസ് ഇവിടെ അടുത്തൊരു വില്ലേജ് ഉണ്ട്. അല്ല സോംബി വില്ലേജർ വരത്തില്ലല്ലോ. സ്കെൽട്ട് പെട്ടെന്ന് ഓടിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങണം ഗൈസ്. ഓക്കെ, ഇതാണ് ആക്സ്. ഓക്കെ, നമ്മൾ ആരുടെയും വന്നതിനെ വെട്ടി കൊല്ലും ഇതൊന്നും ഞാൻ പറയത്തില്ല. നേരത്തെ ചത്താണല്ലോ, അറിയാമല്ലോ. മുമ്പത്തെ ഡിസ്പ്ലേയിൽ അറിയാം. നിങ്ങളെൻ്റെ മുമ്പത്തെ ഡിസ്പ്ലേയുടെ വല്ല ഇതുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരായിരുന്നു. എന്നെ എത്ര വട്ടം അതിനകത്ത് ചത്തിട്ടുണ്ടെന്ന്. പക്ഷെ എൻ്റെ XP ഒക്കെ കുറേയൊക്കെ തിരിച്ചിടും, കുറേയൊക്കെ പോകും. പിന്നെ നമ്മുടെ XP ഫാമിലൊക്കെ പോയി നമുക്ക് അതിന് മുന്നേ ഇതൊന്നും തിന്നട്ടെ. XP ഫാമിനെ പോയാണ് XP തിരിച്ച് കയറ്റുന്നത്. സോ ഇനി നമുക്ക് നമ്മുടെ ഓക്കിലോഗ് എടുത്ത് പെട്ടെന്ന് തന്നെ സോംബി ഒന്നും ഇല്ലല്ലോ അല്ലേ. സോംബി അല്ലല്ലോ, എന്തിന്റെ പേര് ക്രീപ്പർ. ആയത് നമുക്ക് അയ്യോ അവിടെ നിന്ന് ക്രാഫ്റ്റ് ടേബിൾ എടുത്താൽ മതിയായിരുന്നല്ലേ. കുഴപ്പമില്ല. സോ നമ്മുടെ ക്രാഫ്റ്റ് ടേബിൾ എടുത്ത് പെട്ടെന്ന് തന്നെ ഇവിടെ വെച്ചിട്ടേ നമുക്ക് നമ്മുടെ ബെഡ് ഇവിടെ ആരും ഇല്ലല്ലോ. ഓക്കെ നമ്മുടെ ബെഡ് റെഡ് ബോളില്ലല്ലേ. കിട്ടി. ഇനി റെഡ് ബോളും വെച്ചിട്ട് ചാവാനായിട്ടോ. ഓക്കെ, ബെഡിന് നല്ല ടെക്സ്ചറൊക്കെ ഉണ്ട് കേട്ടോ. സോ ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദിവസം നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ദിവസം അത് ശരി, കൈ പിടിക്കുമ്പോൾ റെഡ് വെക്കുമ്പോൾ വെള്ള, അത് കൊള്ളാനേ. സോ നമുക്ക് നമ്മുടെ മീറ്റ് മൊത്തത്തിൽ അങ്ങ് തിന്നിട്ട്, മീറ്റല്ലല്ലോ മട്ടൺ. ഓക്കെ, അവിടെ കുറേ കത്തുന്നുണ്ട്. ഇതേ പുറയിലിരുന്ന് പൂവുണ്ട്. പൂ പിടിക്കുമ്പോൾ വേണ്ട, അത് കയ്യാന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് അത് മണ്ണാണെന്ന്. ഓക്കെ, അതുകൊണ്ട് ഞാൻ അത് കൈക്കൊക്കെ ടെക്സ്ചർ കൊടുത്ത് അങ്ങനെ പിടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അങ്ങനെ പിടിച്ചില്ല, അത് മണ്ണ്. പിന്നെയാണ് മനസ്സിലായത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ പെട്ടെന്ന് തന്നെ നമുക്ക് പോയി നമ്മുടെ വീടുണ്ടാക്കാനുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കണം ഗൈസ്. വീടുണ്ടാക്കാനുള്ള സ്ഥലം എന്തായാലും ഇത് ഒരുപാട് നടക്കേണ്ടി വരും. സോ വീടുണ്ടാക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ, സോ ഗൈസ് നമ്മൾ ഞങ്ങളുടെ ഫൈനലി അവിടെ വീട് വെക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് സ്റ്റോണും കാര്യങ്ങളൊക്കെ ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. സോ നമുക്ക് റീപ്ലേ മോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു അപ്ഡേറ്റ് വൈസ് ആയിട്ട് കാണിക്കാം. സോ നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റ് കാണിക്കാം. സോ ഗൈസ് ഇവിടെ നമ്മൾ 11x8 ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ബ്ലോക്ക് വെച്ചാണ് നമ്മൾ വീടുണ്ടാക്കാൻ പോകുന്നത്. സോ നമുക്കിത് ഇവിടെ ഒരു 2 3 4 5 6 7 ഓക്കെ ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് നിങ്ങളെ കാണിക്കാം. ആ ബ്ലോക്കൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞിട്ടേ. സോ അങ്ങനെ നമ്മുടെ വീടിൻ്റെ പണി ഏകദേശം നമ്മളിത് ഈ ബ്ലോക്കും കൂടി അങ്ങ് കുറച്ച് നമുക്ക് ഏകദേശം ഇത്രയും തന്നെ മതിയാവുമെന്ന് തോന്നുന്നു. ഈ ബ്ലോക്കും കൂടി കുറച്ചങ്ങ് വെച്ച് നിൽക്കി നോക്കട്ടെ. ഇവിടത്തെയും കൂടി ഒന്ന് വെച്ച് നോക്കട്ടെ. ഓക്കെ, ഇവിടുത്തെ ഓക്കെ കറക്റ്റാണ്. നമുക്ക് അതിന് മുന്നേ നമുക്ക് താഴത്തിറങ്ങിയിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഫാൻ്റെ ഒക്കെ പറക്കുന്നത് എത്ര ദിവസമായോ ഉറങ്ങിയിട്ട്. സോ ഇതും കൂടി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സക്സസ്ഫുള്ളി നമ്മുടെ വീടിൻ്റെ പണി പണി കഴിഞ്ഞിട്ടില്ല. എനിക്ക് ഈ മരം കൂടി ഒന്ന് വെട്ടിക്കളയട്ടെ, എന്നാലേ വീടിൻ്റെ പണി മൊത്തത്തിൽ കഴിയത്തുള്ളൂ. ഇൻറ്റീരിയർ വർക്കും ഡെക്കറേഷൻ വർക്കൊന്നും അറിയാത്ത പൊട്ടിച്ച് മണ്ടത്തരം കാണിക്കില്ലേ. വെച്ച് വെച്ചിട്ടുണ്ട്. സോ ഇന്നും കൂടി അങ്ങ് ഇവിടേക്ക് ഗ്ലാസ് ആരുടെ മിസ്ക്ലിക്ക് ചെയ്ത് ഞാൻ ഒരുപാട് ഗ്ലാസ് ഉണ്ടാക്കിയതിൻ്റെ അഹങ്കാരം കാണിച്ചു. ഓക്കെ, നമ്മളിത് ഇതൊക്കെ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് മുകളിലോട്ടൊക്കെ കയറാൻ കഴിയും. ഇപ്പം മുകളിലോട്ടൊന്നും സത്യം പറഞ്ഞൊന്നും ഇല്ല. ഞാൻ മനസ്സിലായി ഫ്യൂച്ചറിലോ അവിടെയും ഗ്ലാസ് മിസ്ക്ലിക്ക് ചെയ്താൽ കുഴപ്പമില്ലിരിക്കട്ടെ. സോ നമുക്കിതിൽ ഈ താഴത്തെ കൂടെ അങ്ങ് പൊട്ടിച്ച് നേരെ താഴത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ ഇതാണ് നമ്മുടെ താഴത്തെ സ്ഥലം എന്ന് പറയുന്നത്. നോക്കിയത് എൻ്റെ പൊന്നെ നല്ല രാത്രി ആയിട്ടുണ്ട്. സോ ഇവിടെ മൊത്തം സോംബി ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ അവർക്ക്? കണ്ട് ആ സ്കെൽട്ടൻ കണ്ട് കേസ്. ഓക്കെ, ഞാൻ ഈ ബെഡൊന്ന് വെച്ച് നമുക്ക് റെഡ് ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് കൂടി സെറ്റ്. ഇവിടെ സോംബി നിൽപ്പുണ്ട്. മിക്കവാറും ഉറങ്ങാൻ പറ്റത്തില്ല.
എനിക്ക് തോന്നുന്നു. ഇവിടെ വെച്ച് നോക്കട്ടെ, കിടന്നുറങ്ങാൻ പറ്റുമോ? ഓക്കെ, അതിന് പിന്നെ നമുക്ക് ഈ ഓട്ടയെ നടക്കാം. വുഡ് ഉണ്ടല്ലോ, ഓക്കെ വുഡുണ്ട്. ഈ ഹോളൊന്ന് അടച്ചിട്ട് സോ ഇനി നമുക്കിതേ ഒന്ന് കിടന്നുറങ്ങിയ ഓക്കെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ രാവിലെ ആകുമ്പോൾ ഇവന്മാർ കിടന്നുറങ്ങിയ സമയത്ത് വെച്ച് നമ്മുടെ 10ാമത്തെ ദിവസം വേണ്ടി നമ്മൾ ആദ്യം തന്നെ വീട്ടിൽ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചതാണ്. ഇവനൊന്ന് കൊല്ലട്ടെ, ഇവനെ കൊന്നാൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു, അറിയത്തില്ല. ഓക്കെ ഇവൻ എന്തുവാടേ? ഓക്കെ ഓക്കെ ശരിയായിട്ടുണ്ട്. സോ ഇനിയും കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ രാവിലെയാ പറയടാ, ഇനി എന്തിനു കിടന്നുറങ്ങിയിട്ട്? ഇത് സൺറൈസ്, ഇത് അടുത്തവൻ. ഹേർട്ട് കണ്ട കേസ് നിങ്ങൾ പകുതിയായി. അയ്യോ 4.5 ഹേർട്ട്. ഓക്കെ അവനെ കൊന്നിട്ട് ഇനി കിടന്നുറങ്ങാൻ പറ്റുമോ? പ്ലീസ് 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 ബെഡ് ഈസ് ഫാർ അവേ, അത് പോടേ. സോ എനിക്ക് തോന്നുന്നില്ല ഇനി കിടന്നുറങ്ങാൻ പറ്റുമെന്ന്. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ആരും ഇവിടെ ഇപ്പം ഇല്ല. ഓക്കെ ഓക്കെ സമാധാനമായിട്ടുണ്ട്. ഡ്യൂറിങ് എറ്റ് തണ്ടർ സ്റ്റോം അല്ലെങ്കിൽ നൈറ്റ് ഉറങ്ങാൻ പറ്റുന്നത്, അങ്ങനെ സക്സസ്ഫുള്ളി രാവിലെ ആയിട്ടുണ്ട്. സോ കുഴപ്പമില്ല കേസ്, നമുക്ക് ഇനിയും കിടന്നുറങ്ങാമല്ലോ. ഇനിയും കിടന്നുറങ്ങാനുള്ള സ്ഥലമാണല്ലോ ഇത്. ഓക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തോട്ട് ക്രീപ്പറിനെയും സോംബിനെ എല്ലാം ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ എല്ലാവരും എൻ്റെ വീട്ടിൽ കിടന്ന് കറങ്ങും. സോ ഓക്കെ ഒരു സോംബി മാത്രമേ ഉള്ളൂ. പിന്നെ ആർമർ ആയിരുന്നു, ചെയിൻ ആർമർ ഇടുന്നുണ്ട്. ചെയിൻ ആർമറാടാ, തടാ ആർമറാടാ തടാ. ഓക്കെ ആർമർ തന്നിട്ടുണ്ട് കേട്ടോ. അത് ശരി, ഇട്ടോണ്ട് വന്ന ചെയിൻ ആർമർ തന്നതിൽ എത്ര ആർമർ? ഇത് ക്രീപ്പർ കുറച്ച് ഗൺ പൗഡർ കിട്ടുമോ നോക്കട്ടെ. അടി ചിലതൊന്നും ഡ്രോപ്പ് ചെയ്യത്തില്ല. ഓക്കെ അവൻ ചത്തനുണ്ട്. എൻഡർമാനെ അവിടെ കണ്ടായിരുന്നല്ലോ, അത് ഡോങ്കിയല്ലേ. എൻഡർമാൻ എവിടെ കണ്ടായിരുന്നല്ലേ? എൻഡർമാൻ ഡിസ്പോണായി പോയി കാണാം. അവനിങ്ങനെ പറന്ന് മറ്റേ നമ്മുടെ ഗോക്കു അൾട്രാ ഇൻസ്റ്റിക്റ്റ് എനിക്കറിയത്തില്ല, സോറി, ആ സാധനം യൂസ് ചെയ്ത പോലെ ഇങ്ങനെ ടെലിപ്പോർട്ടി കിടക്കുന്നുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ആർക്കും ഇല്ലാത്തൊരു വീടിൻ്റെ ഒരു ടെക്നോളജിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് 3 ഡോറ് നമ്മൾ വെച്ചിട്ടുണ്ട്. സോറി അതല്ല ടെക്നോളജി, അതിൻ്റെ അകത്താണ് ടെക്നോളജി. 3 ഡോറ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് ആരും ചെയ്തിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആ വീഡിയോയിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടെങ്കിൽ കണ്ട കേസ് ഞാൻ പറഞ്ഞില്ല, അളവൊക്കെ തെറ്റുണ്ട് കേസ് പറഞ്ഞില്ല. ഇതൊരു ചെറിയൊരു വീടാണ്. ഓക്കെ ഇതിലാണ് നമ്മൾ ഈ സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മളത് പ്രത്യേകിച്ചൊന്നും ഇല്ല കേസ്. ഇത് മെയിനായിട്ടുള്ളത് നമ്മൾ ആരും ചെയ്യാത്തൊരു വെറൈറ്റി സംഭവം, നമ്മൾ 3 ഡോർ എന്ന് പറയുമ്പോൾ 3 ഡോറാണ് വെച്ചിട്ടുണ്ട് കേസ്. നടുക്കൂടെ തുറക്കാം, ലെഫ്റ്റ് റൈറ്റ് നടുക്കുക, എല്ലാ സൈഡും നമുക്ക് തുറക്കാം കേസ്, മനസ്സിലായോ? സോ ഇതിന് ഞാൻ അധികം സാധനങ്ങളൊന്നും ആവശ്യം വന്നില്ല. നമ്മൾ ആ പെട്ടിക്കൊന്ന ബ്ലോക്കിന് ഇച്ചിരി ഓക്കെ മഴ വരുന്നുണ്ട്. ഇനി കിടന്നുറങ്ങാൻ പറ്റുമോ തോന്നുന്നത്? അതേ കണ്ടോ, ഇതാണ് നമ്മുടെ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ ഇനി കിടന്നുറങ്ങാമല്ലോ. എടി ഇവന്മാരെ കൊണ്ട് ഇതാണ് നമ്മുടെ ടെക്നോളജി. എല്ലാ ഡോറിനും നമ്മൾ ക്ലിക്ക് ചെയ്യൊന്നും വേണ്ട, നേരെ നടന്ന് അപ്പം തുറങ്ങാൻ പറ്റും. ഇവനൊന്ന് കൊല്ലട്ടെ, ഇവനെ കൊന്നാലും നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും നമ്മളെ വീട്ടിൽ. പക്ഷെ എന്തൊരു അവസ്ഥയാണെന്ന് നോക്കണേ. സോ നമുക്ക് നമ്മുടെ ബെഡിൽ കയറി കിടന്ന് ഉറങ്ങണം. ഓക്കെ ഇത് കണ്ട എല്ലാ സൈഡിൽ നിന്ന് തുറക്കാൻ പറ്റും. ലെഫ്റ്റ് റൈറ്റ് മിഡിൽ കണ്ട, നമുക്ക് ജസ്റ്റ് നടന്ന പ്രഷർ പ്ലേറ്റ് വെച്ച് തുറക്കാം. അതാ പ്രഷർ പ്ലേറ്റ് ആണ് ഗൈസ് നമ്മുടെ ഈ വീടിൻ്റെ സീന്. ഐ മീൻ നമ്മളൊരു ഫ്യൂച്ചറിസ്റ്റിക് ബിൽഡ് ഉണ്ടാക്കിയത്. ഓക്കെ മനസ്സിലായോ? ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ വെക്കണം. അതിന് പിന്നെ നമുക്ക് കുറച്ച് റോട്ടം ബ്രഷ് എന്നിട്ട് റോട്ടം ബ്രഷ് മാത്രമേ കയ്യിലുള്ളൂ. സോ നമുക്ക് നാളെ എന്തായാലും നല്ലൊരു പ്രോപ്പർ ഫുഡ് ഫാം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഫുഡ് ഫാം. സോ അത് നമുക്ക് വെജ് ഫുഡ് ഫാം ആയിരിക്കും. നോൺ വെജ് നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം. അതിന് നമുക്ക് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാധനം നമുക്ക് ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക, താഴെ ഒരു കാർപ്പറ്റ് വെക്കുക. അതിൻ്റെ മേലുള്ള സംഭവം വെക്കാനുണ്ട്, വേറെ ഒരു സംഭവം. നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ ഇട്ട് വെക്കാം. നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് വെക്കാം, ലെഫ്റ്റ് സൈഡിൽ. സോ ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റ് 2 ഇവിടെ വെച്ചേക്കാം. ഓക്കെ ചെസ്റ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ ഫർണസിൻ്റെ മുകളിൽ വെച്ചാൽ ഒരു മാതിരിയായി പോകും അല്ലേ? ഇവിടെ സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ വെച്ചേക്കാം. ഇങ്ങനെ വെച്ചേക്കാം 2 മേളിലൊക്കെ ഈ സൈഡിൽ തന്നെ വെക്കാം. ഓക്കെ നമ്മളതും അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് കുറച്ച് ലാൻഡ് ഉണ്ടാക്കണം. അതിന് മുന്നേ നമുക്ക് ഇവന്മാർ ഈ മിക്കവാറും ഈ ഗ്ലാസ് എടുത്ത് മാറ്റാൻ ചാൻസ് ഉണ്ട് ഗൈസ്. കാരണം ഈ ഗ്ലാസ് ഉള്ളതുകൊണ്ടാണ് ഇവന്മാരെ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ ആ ഒരു മാപ്പിൻ്റെ സംഭവം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അതിനുവേണ്ടി ഞാൻ മിക്കവാറും അതെടുത്ത് മാറ്റാൻ ചാൻസ് ഉണ്ട്. അതിന് മുന്നേ നമുക്ക് നമ്മുടെ കോളല്ലേ, നമുക്ക് കുറച്ച് വുഡ് വെക്കാം. നമുക്കത് നമ്മുടെ സ്മെൽറ്റ് ചെയ്യാനുണ്ട്. സ്മെൽറ്റ് ചെയ്താലേ നമുക്ക് നമ്മുടെ ഇവിടെ ഒന്നും വെക്കാനില്ലല്ലേ. ഓക്കെ സ്മെൽറ്റ് ചെയ്താലേ നമുക്ക് നമ്മുടെ ലാൻഡിന് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അല്ലെങ്കിൽ നിന്ന് മൊത്തം അങ്ങ് സ്മെൽറ്റ് ചെയ്യാമെന്നാണ്. സോ നമുക്കിത് ഈ കാർപ്പറ്റൊക്കെ പോകണേ. ഓക്കെ ഈ ടെക്നോളജിയുടെ കാര്യം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ നമ്മുടെ ആദ്യത്തെ അയൺ പീസ് കിട്ടിയിട്ടുണ്ട്. സോ അടുത്ത ഒരു അയൺ പീസും കൂടി എടുത്തേക്കാം. ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് നമ്മുടെ നഗറ്റ്സ് അങ്ങ് ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ ലാൻഡേൺ അങ്ങനെ 2 ക്രാഫ്റ്റ് ടോർച്ച് വേണം അല്ലേ? ഓക്കെ നമ്മുടെ ടോർച്ച് ഉണ്ടാക്കാൻ സ്റ്റിക്കും വേണം. നമുക്കിത് മൊത്തം ഒന്ന് ഉണ്ടാക്കട്ടെ ഗൈസ് 3 അയൺ കൊടുത്തിട്ട് നമുക്ക് 3 തന്നെ ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ ലാൻഡേൺ. ഓക്കെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് തന്നെ വെച്ചേക്കാം. ഇവിടെ ഒരെണ്ണം വെക്കണം, പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം വെക്കണം. കാരണം ഇവിടെയൊക്കെ മോബ്സ് സ്പോളാൻ ചാൻസ് ഉണ്ട്.
സോ ഗൈസ് ഇത് കണ്ട നമ്മളിത് തൂക്കി പിടിച്ചിരിക്കുന്നുണ്ട. ഇതാണ് ഈ ഒരു അടൻ്റെ പ്രത്യേകത. അടനാണോ മോട്ടാക്ക് എന്നാണോ എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല. സോ ഈ ഒരു ലാൻഡാണ് ഇവിടെ. അതെ ഇവിടെ തൂങ്ങി കിടക്കും. നമുക്ക് ആക്സ് വെച്ച് പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റുമോ? ഇല്ലെന്ന് തോന്നുന്നല്ലേ. ഇല്ലില്ല പിക്ക് ആക്സ് വെച്ച് പെട്ടെന്ന് പൊട്ടിക്കാം. പൊട്ട്. ഓക്കെ അത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി പറഞ്ഞ് നമ്മുടെ ബെഡിൻ്റെ ഇവിടെ വെച്ചേക്കാം. അയ്യോ ഇവിടെ ഇല്ലല്ലോ. ഇവിടെ വെച്ചാൽ ശരിയാ. പിന്നെ ഞാനിതിന് ഈ സാധനം എടുത്ത് വെച്ചത് നമ്മുടെ ഈ വുഡിൻ്റെ വെള്ളം വെക്കാം ഗൈസ്. അതിനാണ് ഞാൻ ഇങ്ങനെ വെച്ചത്. ഇതിൻ്റെ വെള്ളം വെക്കാം. ഓക്കെ ഇപ്പോൾ ഒരു നല്ല വെളിച്ചം കിട്ടിയിട്ടുണ്ട് ആ ഭാഗത്ത്. ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ടോർച്ച് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം തൽക്കാലത്തേക്ക്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഡാൻ കിട്ടുന്ന സമയത്ത് നമുക്ക് ലാൻഡും കാര്യങ്ങളൊക്കെ അങ്ങ് സെറ്റ് ചെയ്യാം. സോ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ പുറത്ത് കൂടി ടോർച്ച് വെച്ചേക്കാം. അല്ലെങ്കിൽ പുറത്തൊക്കെ നമുക്ക് ഇത് സ്പോണാവും. നമ്മുടെ എന്ത് വരുന്നു മറ്റേ അതിൻ്റെ പേരെന്ത് ബോക്സ് സ്പോണാവും. സോ നമ്മുടെ ഈ ആവശ്യമുള്ള സ്ഥലത്തെല്ലാം നമുക്ക് ഇതൊക്കെ വെച്ചേക്കാം. സോ സ്പോണാകത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും അവിടെ ഒരു ഊട്ടുണ്ടല്ലോ. അതൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ തൽക്കാലം എനിക്ക് ഇത്ര പറ്റത്തുള്ളൂ. നമുക്ക് നാളെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് രണ്ട് സംഭവങ്ങൾ ചെയ്യണം. അതെന്തായാലും ഞാൻ നാളെ പറയാം. ഓക്കെ നമ്മളങ്ങനെ മൊത്തത്തിൽ ടോർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്ര തന്നെ മതി എന്ന് തോന്നുന്നു. കാണാൻ ലുക്കൊക്കെ ഉണ്ടല്ലേ വീടിന്. കുഴപ്പമില്ല. എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് എനിക്ക് ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സോ പിന്നെ ഈ 3 ഡോറാണ് ഗൈസ് ഇതിലെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ലെഫ്റ്റ് റൈറ്റ് മിഡിൽ ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് തുറക്കാം. കണ്ടോ 2 ഡോറായിട്ട് തുറക്കാം, 3 ഡോറായിട്ട് തുറക്കാം, എന്ത് വേണമെങ്കിലും തുറക്കാം. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ഔട്ടർ അങ്ങ് പറയാൻ വേണ്ടി ഇതൊന്ന് അടച്ചോട്ടെ. അയ്യോ അത് ശരി ഞാൻ പുറത്തിറങ്ങി. ഇത് മൊത്തത്തിലടാ എന്തേരി അടക്കടേ. ഓക്കെ ടെക്നോളജി മാനുഫാക്ചർ സാധനത്തിൻ്റെ പേരെന്തൊരു എനിക്കറിയത്തില്ല. സയൻറ്റിസ്റ്റ് പറ്റിയതാണ്. സോ നമ്മുടെ ഈ ഒരു നല്ല ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ നമുക്ക് നമ്മുടെ ഔട്ടർ അങ്ങ് പറഞ്ഞേക്കാം. എന്ത് പറയുന്നു? അതിന് തന്നെ നമുക്ക് നമ്മുടെ ക്യാം ഒന്ന് ചേഞ്ച് ചെയ്യണം. ഓക്കെ സോ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇച്ചിരി ലെങ്തി വീഡിയോ ആയിരുന്നു. സോ നമ്മുടെ ഫസ്റ്റ് വീഡിയോ എപ്പിസോഡ് ആയതുകൊണ്ട് ഇത്തിരി ലെങ്ത് ആയിപ്പോയത്. പിന്നെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ വീഡിയോ തീർന്നു.